നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം. കെ സുധാകരൻ, അടൂർ പ്രകാശ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. കെ വേണുഗോപാൽ കെ സുധാകരനുമായി സംസാരിച്ചു. തർക്ക സ്ഥലങ്ങൾ ഒഴിച്ചിട്ടേക്കും കോൺഗ്രസ് ആസ്ഥാനത്ത് നിർണായക യോഗം. CPM വിട്ടവർക്ക് UDF പിന്തുണ. എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ്. PK ശശി ഒറ്റപ്പാലത്തും TK ഗോവിന്ദൻ തളിപ്പറമ്പിലും മത്സരിക്കും. പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത് യൂത്ത് കോൺഗ്രസ്. ലീഗുമായി ഇടഞ്ഞ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇടത് സ്ഥാനാർത്ഥിയായേക്കും. രണ്ടത്താണി ചോദിക്കുന്ന സീറ്റ് കൊടുക്കാൻ തയ്യാറെന്ന് CPM. തിരൂരങ്ങാടിയോ താനൂരോ മത്സരിപ്പിക്കാൻ നീക്കം. സീറ്റ് കിട്ടാത്തവരുടെ പരസ്യ പ്രതികരണം വൈകാരിക പ്രകടനമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തിരൂരങ്ങാടി സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണവുമായി അബ്ദുറഹ്മാൻ രണ്ടത്താണി. പോസ്റ്റ് പിൻവലിക്കേണ്ട ഘട്ടം വരുമ്പോൾ താൻ തന്നെ പിൻവലിക്കും. തന്റെ വീട്ടിൽ എല്ലാ വിഭാഗം ആളുകളും വരുമെന്നും അതിന് പ്രത്യേക കാരണം വേണ്ടെന്നും രണ്ടത്താണി. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് LDF. പാലക്കാട് മണ്ഡലത്തിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ സലീം മടവൂർ LDF സ്ഥാനാർത്ഥി. RJD നേതാവായ സലീം മടവൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ NMR റസാഖ് LDF സ്വതന്ത്രൻ. സംസ്ഥാനത്ത് UDFൽ പ്രതിസന്ധി മൂർച്ഛിച്ചിരിക്കുകയാണെന്ന് K സുരേന്ദ്രൻ. ജനകീയ വിഷയങ്ങൾ അവർക്ക് പ്രശ്നമല്ല. സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും കുതികാൽ വെട്ടുമാണ് നടക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്ന് പറഞ്ഞ UDF മുന്നണിക്ക് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് സാധിച്ചില്ലെന്നും K സുരേന്ദ്രൻ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. മോൻസ് ജോസഫ് MLA, PJ ജോസഫിന്റെ മകനും പാർട്ടി സംസ്ഥാന കോർഡിനേറ്ററുമായ അപ്പു ജോൺ ജോസഫ് എന്നിവർ ഉൾപ്പെടെ പാർട്ടിയുടെ 8 സ്ഥാനാർത്ഥികളും കല്ലറയിലെത്തി. 3 മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് RJD. വടകര MK ഭാസ്കരൻ, കൂത്തുപറമ്പ് PK പ്രവീൺ, കൽപ്പറ്റ PK അനിൽകുമാർ എന്നിവർ മത്സരിക്കും. RJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ് കുമാറാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖാത്തിബിനെയും വധിച്ചെന്ന് ഇസ്രയേൽ. 2 ദിവസത്തിനിടെ വധിക്കുന്ന 3ാമത്തെ ഉന്നത നേതാവാണ് ഇസ്മായിൽ ഖാത്തിബ്. ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇസ്രയേലിലേക്കും ഇറാന്റെ ആക്രമണം തുടരുന്നു. ഖത്തറിലും UAEയിലും പെരുന്നാൾ നീതി നമസ്കാരം പള്ളികളിൽ മാത്രമാക്കി ചുരുക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിക്കായി പാലക്കാട് ചെർപ്പളശ്ശേരി തെക്കുംപറമ്പത്ത് മനയിൽ TM നാരായണൻ നമ്പൂതിരിയെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്കാണ് ചുമതല. പുതിയ മേൽശാന്തി മാർച്ച് 31 സ്ഥാനമേൽക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.